ആകട്ടെ നമുക്ക് ഈ പ്രഭാതത്തിൽ വീണ്ടും വചനവുമായിട്ട് ഇരിക്കാനായിട്ട് ഒരുമിച്ചിരിക്കാൻ കർത്താവ് ഇടയാക്കിയ ദയക്കാട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. അതിൻ്റെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതിന് തുടർമാനമായിട്ട് ഉള്ള ചിന്തകളാണ് പൗലോസ്ലീഹ ഇന്നും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് പുതിയൊരാശയമല്ല അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും തീമോഥെയോസിനോട് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം പൗലോസ്ലീഹ തീത്തോസിനോടും പറയുന്നത്. കാരണം ഒരു പുതിയ സഭയിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ഉപദേശിക്കേണ്ടത് എന്താണ്, അവിടെ പഠിപ്പിക്കേണ്ടത് എന്താണ്, പരിശീലിപ്പിക്കേണ്ടത് എന്താണ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തന്നെ വിശേഷാൽ അധികാരസ്ഥന്മാർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്നും അവർക്ക് കീഴടങ്ങിയിരിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ്ലീഹയുടെ ലേഖനത്തിലും അധികാരസ്ഥന്മാർക്ക് നാം കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. 1 പത്രോസ്ലീഹ വായിക്കുമ്പോൾ എല്ലാ അധികാരങ്ങൾക്കും നമ്മൾ കീഴ്പ്പെട്ടിരിക്കും, കർത്താവിൻ്റെ നിമിത്തം കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് ഓർക്കുന്നുണ്ടല്ലോ. അത് കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ ഒരിക്കലും അനീതി കാണുന്നിടത്തെല്ലാം നിങ്ങൾ ചാടിക്കയറി പ്രതികരിച്ചോണം. കാരണം അനീതിയുള്ള ഒരു ലോകമാണ്, അനീതിയും അസമത്വവും ഒക്കെയാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. എന്നാൽ ആത്യന്തികമായിട്ട് ഒരു വ്യക്തി ജീവിക്കുകയും വിശ്വസിക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തികമായ ഒരു ദൈവം ഇതിന് എല്ലാം മുകളിലുണ്ട് എന്നുള്ളൊരു ചിന്തയോടെ ആയിരിക്കണം അവൻ്റെ പ്രതികരണങ്ങളും ഒക്കെ ഷെയ്പ്പ് ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഇപ്പം ഞാൻ കയറി പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉടനെ കയറി എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രതികരണങ്ങൾ നടത്തുകയാണ് എന്നുള്ളൊരു നിലയിലല്ല പ്രതികരിക്കേണ്ടതെന്നും അധികാരസ്ഥന്മാർക്ക് വേണ്ടി കാരണം നമുക്കറിയാമല്ലോ, ലോകത്തിലുള്ള ഏത് അധികാരസ്ഥനാണെങ്കിലും അവർ മനുഷ്യരാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള കുറവുകളും ബലഹീനതകളും ഒക്കെ അവർക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷപാതിത്വമുണ്ട്, പല നല്ല ഭരണാധികാരികളെന്ന് നമ്മൾ വിളിക്കുന്ന പലരും ഉണ്ട്. എന്നാലും അവരെയൊക്കെ സൂക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ നന്മകളുണ്ടെങ്കിലും മാനുഷികമായിട്ടുള്ള ചില വീഴ്ചകളും ബലഹീനതകളും ഒക്കെ അവർക്കുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പെർഫെക്റ്റായിട്ട് ഒരു അധികാരസ്ഥനെയോ അല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് ദൈവത്തെ പോലെ ഉള്ള ഒരു വ്യക്തിയോ ഒന്നും നമുക്ക് ആരെയും കാണാൻ കഴിയത്തില്ല, അതുപോലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളോട് പറഞ്ഞത് അങ്ങനെയുള്ള ഈ രാജാക്കന്മാരുടെ കാലത്ത് ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു രാജ്യം ദൈവം സ്ഥാപിക്കുമെന്ന് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അതാണ് ദൈവത്തിന് ഈ അധികാരത്തെക്കുറിച്ചും അധികാരസ്ഥന്മാരെക്കുറിച്ചും ഒക്കെയുള്ള ദൈവിക ചിന്തയും പദ്ധതിയും. കാരണം ദൈവം തന്നെ അവസാനം താൻ അധികാരസ്ഥനായിട്ട് തീരുകയും അവൻ നീതിയോടെ ഈ ലോകത്തെ ഭരിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പ്രസൻറ്റ് ലൈഫ് ഈ ജീവിതത്തിൽ നമ്മൾ അധികാരസ്ഥന്മാർക്ക് വേണ്ടും പോലെ കീഴടങ്ങിയിരിക്കണം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സൽപ്രവർത്തികൾക്ക് ഒരുങ്ങിയിരിക്കാനും ആരെക്കൊണ്ട് ദൂഷണം പറയാതെയും കലഹിക്കാതെയും ഇരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കി നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാമല്ലോ, ഇത് ഈ ലേഖനം എഴുതപ്പെടുമ്പം ഏകദേശം അല്ലെങ്കിൽ ഒരു പൗലോസ് തൻ്റെ മരണത്തിനൊരു 5 വർഷം മുന്നേ എന്ന് നമുക്ക് വേണമെങ്കിൽ AD 60, 61, 62 ആ സമയങ്ങളിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഇത് എഴുതുന്നത് എന്ന് നമുക്ക് ഏകദേശം ചിന്തിക്കാം. അപ്പോൾ ക്രിസ്ത്യാനികളെ കൊണ്ടുള്ള പീഡകളും കാര്യങ്ങളും ഒന്നും തുടങ്ങിയിട്ടില്ല. ഏകദേശം 64 ആകുമ്പോഴാണ് പീഡകളൊക്കെ ആരംഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പം നമുക്കറിയാം, പീഡകളുടെ നടുവിൽ വെച്ച് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം നമ്മൾ വായിക്കുന്നത്. പീഡകൾ ആരംഭിച്ച് കഴിഞ്ഞ് ദൈവസഭ വളരെ ക്രൂരമായ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പത്രോസ്ലീഹ ഇത് എഴുതുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എല്ലാ അധികാരവും ദൈവത്തിൻ്റെ കൺട്രോളിലാണെന്നും അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കാനും, അതുപോലെ ഈ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം സമൂഹത്തിലും സഭയിലും ഒക്കെ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് വേണ്ടുവണ്ണം കീഴടങ്ങുന്നതിലൂടെയാണ് നമുക്ക് ദൈവിക അധികാരങ്ങൾക്ക് കീഴടങ്ങാനായിട്ട് കഴിയുന്നത് എന്ന് വളരെ വ്യക്തമായി 1 പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മാനുഷികമായിട്ടുള്ള നിലയിൽ അവരോട് റിബൽ ചെയ്യുക എന്നുള്ളൊരു നിലയിലല്ല
കാരണം ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്, നീതി നടപ്പാക്കുന്ന ഒരു ദൈവമുണ്ട്. താൽക്കാലത്തേക്ക് നമുക്ക് ചില കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായാൽ തന്നെ ആത്യന്തികമായി ഇതിനെയൊക്കെ വിധിക്കുകയും നീതി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതും, ഈ ലോകത്തിലെ അധികാരസ്ഥന്മാരും ഈ ലോകത്തിലെ സിസ്റ്റവും എല്ലാം ഈ ദൈവത്തിന്റെ കൺട്രോളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ദൈവത്തിന്റെ പൈതലിന് സമാധാനം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ സുവിശേഷത്തിന് എല്ലാവരും എതിരാ, സുവിശേഷത്തിന് പിന്നെ ഇത് പറഞ്ഞാൽ സംഘർഷമേ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ എതിർപ്പുകളെ ഉണ്ടാകത്തുള്ളൂ, ഇങ്ങനെ പോയാൽ അത് ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ നിലപാടുകളൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നും. കഴിഞ്ഞ ദിവസം തന്നെ ഞാനിവിടെ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പം ചില ആൾക്കാർ വന്ന് അന്വേഷിച്ചിട്ട് പോയി, ഇവിടെ എന്നാ ഈ നടക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ട് പോയി. ഇന്ന് ആരാധന കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്നോട് ഒരു ചില വ്യക്തികൾ പറയാനിടയായി തീർന്നു. അപ്പം ഇങ്ങനെ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ ആ നിലയിൽ, കാരണം പ്രത്യേകിച്ച് സുവിശേഷത്തിന് അനുകൂലമല്ലാത്ത പ്രദേശങ്ങളിൽ അതിനെ സ്തബ്ധരാക്കാനും അതിനെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള നിലയിലുള്ള പല പരിശ്രമങ്ങളിൽ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും അനുകൂലമായ വ്യക്തി, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന വ്യക്തി, ഒരുപക്ഷെ അവരുടെ പോളിസിയും അവരുടെ കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രതികൂലമേ അവർ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരെ കൊണ്ട് തന്നെ ദൈവഹിതപ്രകാരം ഉള്ള കാര്യങ്ങൾ ചെയ്യിക്കാനും ഒരുപക്ഷെ ചില അനുകൂലങ്ങൾ ചെയ്യിക്കാനും ഒക്കെ നമ്മുടെ സർവശക്തനായ കർത്താവിന് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ സോവറിനിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുന്നത്, ദൈവത്തിന്റെ പരമാധികാരത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങളെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. അത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും, നമ്മൾ തിമത്തിയോസ് പഠിച്ചപ്പം അതിനെപ്പറ്റി വിശാലമായിട്ട് നമ്മൾ ചിന്തിച്ച് അവരെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം അങ്ങനെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും മാത്രമല്ല കീഴടങ്ങേണ്ടതുപോലെ കീഴടങ്ങുകയും ചെയ്യണം. നമുക്കറിയാം, കർത്താവിൻ്റെ അടുത്ത് ദ്വിധർമ്മപ്പണം വാങ്ങാനായിട്ട് കടന്നു വന്നപ്പോൾ ആരാണ് ശീമോനെ ടാക്സ് കൊടുക്കേണ്ടത്? അത് പുത്രന്മാരാണോ കൊടുക്കേണ്ടത്, അന്യന്മാരാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുകയും, അത് പുത്രന്മാർ കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ എക്സംപ്റ്റഡ് ആണ്, എന്നാലും അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ പോയി ഒരു മീൻ പിടിച്ച് അതിന് വായിൽ നിന്ന് ഒരു ചതുർദ്രഹ്മപ്പണം എടുത്ത് കൊടുക്കുക എന്ന് കർത്താവ് പറയുന്ന ഭാഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ കർത്താവ് അതിനൊന്നും ആ ടാക്സ് കൊടുക്കേണ്ടവന് ടാക്സ് കൊടുത്തു. എന്ന് മാത്രമല്ല, ഈ ലോകപ്രകാരമുള്ള ഒരു രാജ്യമല്ല ഞാൻ സ്ഥാപിക്കുക, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് വ്യക്തമാക്കി പറയുന്നതും നമുക്കറിയാമല്ലോ. അപ്പോൾ എന്ത് കാര്യങ്ങളെയും ഒരു അനീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനെ കണ്ണടച്ചെതിർക്കുക എന്നുള്ളൊരു നിലയിലല്ല ദൈവവചനത്തിൽ അത് നമ്മൾക്കവിടെ പറഞ്ഞേക്കുന്നത്. ഇത്തരം ദുഷിച്ച എല്ലാ കാര്യങ്ങൾക്കും ദൈവം ഒരു അറുതി വരുത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ ചരിത്രത്തിൽ നിറവേറിയിരിക്കുന്നതായിട്ട് ദാനിയേൽ പ്രവചനത്തിലും ഒക്കെ പറയപ്പെട്ടിരിക്കുന്ന സാമ്രാജ്യത്വങ്ങളെക്കുറിച്ചും ആ സാമ്രാജ്യത്വങ്ങളുടെ ഭരണത്തെക്കുറിച്ചും അവയിൽ ഉയർന്നു വരാൻ പോകുന്ന അധികാരികളെക്കുറിച്ചും ഒക്കെ ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറിയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൽ ഇനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ നിറവേറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യം. കർത്താവിൻ്റെ കൺട്രോളിൽ നിന്ന് അതിൻ്റെ കടിഞ്ഞാണൊന്നും പോയിട്ടില്ല, കർത്താവിൻ്റെ കൺട്രോളിൽ തന്നെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സൽപ്രവർത്തികൾക്ക് ഒരുങ്ങിയിരിക്കാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പം നേരത്തെ ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ ഈ ജീവിത ശൈലിയെക്കുറിച്ചും കൂടെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വചന ശുശ്രൂഷ, യഥാർത്ഥത്തിലുള്ള പഠിപ്പിക്കൽ. ഇന്ന് ഒത്തിരി ആൾക്കാർ വചനമൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ട്, എന്നാൽ പ്രായോഗിക ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പം അവരവിടെ മൗനമായിട്ടിരിക്കും. അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാം ഇപ്പം സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, അത് എത്ര മഹത്വമായിരിക്കുന്നു ദൈവമക്കളെ എന്നൊക്കെ പറയും. എന്നാൽ ഈ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ഭൂമിയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും കൂടെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഈ തിമത്തിയോസിനും തിത്തോസിനും ഒക്കെ എഴുതുന്ന ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ഉണർവ് പകർന്നാൽ മാത്രം പോരാ, ആ ഉണർവ് പ്രായോഗിക കാര്യങ്ങളിൽ അതെങ്ങനെ പ്രതിഫലിക്കണം എന്നുള്ളതും കൂടെ കൃത്യമായി പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ഇത്രയും സ്വർഗത്തിലിരിക്കുന്ന ഈ ആൾക്കാരോടാണോ കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കാനും അവരെ ഓർമ്മപ്പെടുത്തുക എന്നൊക്കെ ഈ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നവരോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? അതൊക്കെ അസ്ഥാനത്തല്ലേ എന്ന് നമുക്ക് തോന്നാം. അല്ല,
അപ്പൊ ആത്മാവിൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരിക്കുകയും ജഡപ്രകാരം ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത്. അവരുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം, അവര് എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അകത്ത് പകർന്നിരിക്കുന്ന ഈ പുതിയ മനുഷ്യന്റെ അനുഭവം, പുതിയ ജീവന്റെ അനുഭവം, അല്ലെങ്കിൽ അകത്ത മനുഷ്യന്റെ ആ സ്വഭാവം വെളിപ്പെടാനായിട്ട് ഇടയായി തീരത്തുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ജഡത്തിനും ആത്മാവിനും കൂടെ ഒരേ സമയം ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയത്തില്ല എന്നുള്ളത് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം പഠിച്ചപ്പം നമ്മൾ പഠിച്ചത്. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞു. കാരണം ഒരു ആത്മാവിനെയാണെന്നനുസരിച്ച് നടക്കുന്നതെങ്കിൽ ജഡത്തെ അനുസരിക്കാനായിട്ട് കഴിയത്തില്ല, ജഡത്തെയാണ് അനുസരിച്ച് നടക്കുന്നതെങ്കിൽ ആത്മാവിനെ അനുസരിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അവ തമ്മിൽ പ്രതികൂലമല്ലോ, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാൻ കഴിയാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിൽ ഭാരപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് കഴിയത്തില്ല. ജഡമനസ്സിന് ദൈവത്തെ അനുസരിക്കാനോ ദൈവത്തിന് കീഴടങ്ങാനോ കഴിയുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അത് ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ ജഡത്തിന്റെ പ്രവർത്തികളിൽ സന്തോഷിക്കാനും ജഡത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകാനുമായിട്ട് അവന് സാധിക്കത്തില്ല. കാരണം നിയന്ത്രണം പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമല്ലോ. അപ്പം അവരെ അത് ഓർമ്മപ്പെടുത്തുക, പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഈ ഇവിടെ തന്നെ നമ്മുടെ അവസ്ഥ എന്താണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ അത് കാര്യം പറഞ്ഞായിരുന്നു. കാരണം പല കാര്യങ്ങൾ പറയുന്നിടത്തും പിന്നെയും ഈ നമ്മുടെ രക്ഷ എങ്ങനെയായിരുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാര്യം റിമൈൻഡ് ചെയ്യുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് പഠിപ്പിക്കുമ്പം സ്വാഭാവികമായിട്ട് ഈ ചെയ്തുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ നിലനിൽക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ചൂടാവരുത്, നമ്മൾ സൗമ്യത വേണം, കലഹിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ കലഹിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ദൈവം എന്നെ സ്വർഗത്തിൽ പിടിച്ചിരുത്തിയേക്കുന്നത് എന്നങ്ങ് സ്വാഭാവികമായിട്ട് കുറേ ദിവസം ആകുമ്പം അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രേരണ നമ്മളിലെല്ലാം ഉണ്ടാകും. എന്നാൽ അപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ സൽപ്രവർത്തികൾക്കായിട്ട് ദൈവദാസൻ അത് സൽപ്രവർത്തി എന്താണെന്നും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ ഭാഗത്തേക്ക് ഇനി ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചതാണല്ലോ. അപ്പം ഈ സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അവരുടെ സെൽഫ് റൈച്ചിയസ്നെസ്, അവരുടെ സ്വയനീതി ഇങ്ങനെ ഉയർന്നു വരും. നമ്മളതൊരു അധികം ദിവസം വേണ്ട, ഒരു 2 ദിവസം നല്ല ഒരു വിശുദ്ധിയിലും കൃപയിലും വേർപാടിലും ഒക്കെ ജീവിച്ചാൽ മതി. പിന്നെ നമ്മളെപ്പോലെ ഒരു വിശുദ്ധൻ ലോകത്തില്ല. മറ്റുള്ളവരെക്കാളൊക്കെ ബെറ്ററാണ് നമ്മൾ മറ്റുള്ളവർക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു, മറ്റുള്ളവർക്ക് അറിയാത്ത പല മർമ്മങ്ങളും നമ്മൾ പറയുന്നു, മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വലിയ ആഴമായ ആത്മീയ ജീവിതത്തിന്റെ ഉടമകളാണ് ഞങ്ങൾ എന്നൊക്കെയുള്ളൊരു ഭാവം ശത്രു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. A.W. ടോസർ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ വളരെ ആഴമായിട്ട് ഡീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് റൈച്ചിയസ്നെസ്സിന്റെ ചതി എന്ന് പറയുന്നത്. എത്ര സബ്റ്റിലായിട്ടാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഇഴഞ്ഞു കയറുന്നത്, ക്രീപ്പ് ചെയ്ത് അത് ഇഴഞ്ഞു വരുന്നതെന്നും, എത്ര നമ്മൾ അത് നുള്ളിക്കളയാൻ ശ്രമിച്ചാലും ഒരു ദൈവഭക്തന്റെ ജീവിതകാലത്ത് അവന്റെ ജീവിതത്തിന്റെ പോരാട്ടം മുഴുവൻ പലപ്പോഴും അവന്റെ ഈ സെൽഫ് റൈച്ചിയസ്നെസ് കയറാതെ വേണം സൂക്ഷിക്കുക. നമുക്കറിയാലോ, നമ്മുടെ ആലപ്പുഴ ഭാഗത്തൊക്കെ ബണ്ട് കെട്ടിയിട്ട് ഓരുവെള്ളം കയറാതെ കൃഷി നടത്തുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ബണ്ട്. അവിടെ സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ബണ്ട് പൊട്ടു. ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായ ബണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ പൊട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ പണ്ട് കാലത്തുള്ള ഒരു പ്രധാന പരിപാടിയായിരുന്നു ഈ ബണ്ട് പൊട്ടുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ദൈവവൈതൽ ഒരിക്കലായിട്ട് ചെയ്ത് തീർക്കുന്ന ഒരു കാര്യമല്ലെന്നും, ദൈനംദിനം അവന്റെ ജീവിതത്തിൽ ഈ ക്രൂശ് പ്രവർത്തിക്കുകയും നമ്മുടെ സ്വയനീതികളെ അകറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും അത് ഭംഗിയാകത്തില്ല, അത് ശരിയാവത്തില്ല. നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്നുള്ളൊരു വിചാരത്തിന്റെ ഒരംശം നമ്മുടെ ഉള്ളിൽ കയറിയാൽ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതം താറുമാറാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്രയൊക്കെ ചെയ്താലും
കർത്താവെ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല കർത്താവെ എന്ന് പറയാനുള്ള താഴ്മയും നമുക്കറിയാമല്ലോ. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായം അവസാനിക്കുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന രണ്ട് ചിന്തകളാണ്. ആദ്യം പറഞ്ഞേക്കാണ് അവനവന്റെ പ്രവർത്തികളെ അവനവൻ ശോധന ചെയ്തിട്ട്, എന്നാൽ എന്ത് ചെയ്യണം, പിന്നെ അവൻ പ്രശംസിക്കയില്ല എന്നൊരു നിലയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നത് പിന്നെ നേരെ തിരിച്ചുള്ള ഒരു കാര്യവും കൂടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞേക്കുന്നത്. തെറ്റിദ്ധരിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട് പെട്ടെന്ന് ആ ഭാഗങ്ങൾ വായിക്കുമ്പം. എനിക്ക് തോന്നുന്നത് 6-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ന്റെ 5 ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ, ഓരോരുത്തൻ പ്രശംസ വേണ്ടതുപോലെ നമ്മുടെ പ്രവർത്തികളെ നമ്മളൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്താൽ, നമ്മളൊന്ന് അതിനെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് അത്ര വലിയ പ്രശംസിക്കത്തക്കതൊന്നും ചെയ്തിട്ടില്ല. മറ്റുള്ള ആൾക്കാരൊക്കെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും അത്ര വലിയ പ്രശംസിക്കത്തക്കതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിലൊക്കെ ഒത്തിരി കുറവുകളും വീഴ്ചകളും ഉണ്ടെന്നുള്ളത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് മറ്റുള്ളവർ പ്രശംസിക്കുമ്പം പോലും നമ്മൾ അതും പൊക്കിയെടുത്തുകൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. കാരണം അതിൻ്റെ കുറവ് എന്നാന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതും അതേപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് എന്ന് തോന്നിക്കാവുന്ന സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങളെ വീണ്ടും വണ്ണം ഒന്ന് ശോധന ചെയ്താൽ നമ്മുടെ ഈ പ്രശംസിക്കുക എന്നുള്ള ഫാക്ടർ അവിടുന്ന് പോകും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പൗലോസ്ലീഹ പല ഭാഗത്തും ഇത്തരം കാര്യങ്ങൾ, പ്രായോഗിക കാര്യങ്ങൾ പറയുമ്പം തന്നെ പ്രത്യേകം നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് രക്ഷിക്കപ്പെട്ടവരല്ല. 4 ദിവസം ഒരു ഇച്ചിരി നമുക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയെന്ന് വെച്ച് അത് നമ്മുടെ ആ നന്മ കൊണ്ടോ വിശുദ്ധി കൊണ്ടോ വേർപാട് കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ നമ്മൾ നേടിയെടുത്തതല്ല ഈ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനായിട്ട് വളരെ ഒരു മെസ്സേജ് അയച്ചിരുന്നത്. ഓക്കെ, സോറി. നമ്മൾ ചിന്തിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഇതുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ളതും, നമ്മൾ മുമ്പേ വഴിതെറ്റി നടന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാഴം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. നമുക്കറിയാം ഇന്നലെ രക്ഷിക്കപ്പെട്ടു വന്ന, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ദൈവത്തെ അറിയാത്ത ചില ആൾക്കാരുടെയൊക്കെ അനുഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രയാസമൊക്കെ തോന്നും. ഇത്ര ബുദ്ധികെട്ടവനായി പോയല്ലോ, ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ഇവനൊരു ഒരു ഒരു ബുദ്ധിയില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചു പോകും. എന്നാൽ അങ്ങനെയൊക്കെ വിചാരിച്ചു പോകാതിരിക്കാനുള്ള ഒരു എളുപ്പ വഴി പറയാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ എങ്ങനെ ആയിരുന്നെന്നൊന്ന് ആലോചിച്ചാൽ മതി. അത്രയൊന്ന് ആലോചിച്ച് നമ്മുടെ കളികളൊക്കെ നമുക്കൊന്ന് മനസ്സിലായാൽ നമ്മൾ പിന്നെ ഒരിക്കലും, കാരണം നമ്മൾ പല വ്യക്തികളോട് ഞാനും എന്നെ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അയ്യോ അവരെക്കാളും ഒക്കെ മോശമായിരുന്നു ഞാൻ. ഈ സുവിശേഷത്തെ എതിർക്കുന്നതിലും ഇതിനെ തെറ്റിദ്ധരിക്കുന്നതിലും അവരോട് പള്ളു പറയുന്നതിലും ഒക്കെ ഇന്ന് കാണുന്ന ഞാൻ കണ്ടിട്ടുള്ള പലരേക്കാളും മോശമായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഇന്ന് രക്ഷിക്കപ്പെടാതെ നടക്കുന്ന ഒരുത്തനെ വിധിക്കാനും തള്ളിക്കളയാനും എന്ത് ഇതാ എനിക്കുള്ളത് എന്ന് വെച്ചാൽ അവൻ ചെയ്യുന്നതെല്ലാം ശരിയെന്നുള്ളതല്ല. എന്നാൽ നമ്മുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി കഴിയുമ്പം നമുക്ക് അവനോട് ഒന്നുകൂടെ താതാത്മ്യം പ്രാപിക്കാനും അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും ഏത് മെൻ്റൽ ഫ്രെയിം വർക്കിൽ ഇരുന്ന അവനത് പറയുന്നതെന്ന് ഗ്രഹിക്കാനുമായിട്ട് കഴിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരുത്തനോട് ഒരു കൃപ വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്നേഹം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോളിയർ ദാൻ ദൗ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറിപ്പോയിട്ട് ഒരു കാലത്ത് ഞാനും അവനെപ്പോലുള്ളവനായിരുന്നു എന്ന് നമുക്ക് തോന്നാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ എന്നുള്ള വാക്ക് അത് മലയാളത്തിൽ മാത്രമായിരിക്കാം. ഇവിടെ നമ്മൾ നേരത്തെയും കണ്ടു, ഇന്നലെ നമ്മൾ കണ്ടത് ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നും എഴുതിയേക്കാണ് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. ദൈവസന്നിധി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എത്ര വലിയ പെർഫോമേഴ്സ് ആയിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രീച്ചേഴ്സ് ആയിക്കൊള്ളട്ടെ, ഒക്കെ ദൈവസന്നിധിയിൽ ഇത് മാത്രമേ പറയാനുള്ളൂ, കൃപ കരുണപ്രകാരം അത്രേ. ഞാൻ ഇതിനു മുന്നേ ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ഒരു പ്രസംഗം ഷെയർ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനന്ന് സ്വർഗത്തിൻ്റെ വാതിക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന സ്ഥലത്തെ ഇന്ന അറിയപ്പെടുന്ന പ്രസംഗകനിതാ വന്നിരിക്കുന്നു, സ്വർഗത്തിൻ്റെ വാതിൽ എനിക്കായി തുറക്കട്ടെ എന്ന് ഞാൻ പറയും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനങ്ങനെ പറയത്തില്ല.
ക്രിസ്തുവിന്റെ രക്തത്തിന്റെ നീതി ആവശ്യമായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു പാപി ഇതാ ഇവിടെ വന്നിരിക്കുന്നു എന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ രക്തത്തിന്റെ ശക്തിയാൽ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്വന്തം നീതിയൊന്നും, എൻ്റെ പ്രശസ്തിയോ എൻ്റെ പ്രസംഗമോ ഞാൻ ചെയ്ത വേലയോ ഒന്നും എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം പ്രാപ്തമല്ല എന്നാ ഭക്തൻ പറയുമ്പം അത് പലപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് ഞാൻ കേൾക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് കേൾക്കുന്നത് എനിക്കൊരു ഇഷ്ടമാണ്. ആ ബില്ലി ഗ്രഹാം പറയുന്നത് that famous preacher from that place has come എന്ന് ഞാൻ പറയത്തില്ല. I stand here and plead for the by the righteousness that I have received through the blood of Jesus. ആ ബ്ലഡ് ഓഫ് ജീസസിലൂടെ പ്ലീഡ് ചെയ്യുന്ന ഒരു തരമായിട്ട് അവൻ്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അത് എത്രമാത്രം ഒരു കാഴ്ചപ്പാടുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും കാഴ്ചപ്പാട്. കാരണം നമുക്കറിയാമല്ലോ, ഈ സ്വയനീതി എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളർന്നു വരുന്നത്? അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം ഒരു പരിധി കൂടുതൽ കാണുമ്പോഴാണ്. അത് ഉള്ള കാര്യം ഞാൻ പറയും. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് പറയുക, വേറെ ആരുടെയും ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുമല്ല. നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം ഇങ്ങനെ ഒരു പരിധി കൂടുതൽ ആംപ്ലിഫൈ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ സ്വയനീതി ഉണ്ടെന്നുള്ളതാണ്. യാതൊരു സംശയവുമില്ല. ഏത് ലാബിൽ വേണേലും കൊണ്ട് ടെസ്റ്റ് ചെയ്തോ, അപ്പോൾ അവർ പറയും സ്വയനീതിയുടെ അളവ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ യൂറിക് ആസിഡിൻ്റെ അളവ്, അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി എന്നൊക്കെ പറയുന്ന പോലെ ഇച്ചിരി കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഉള്ള അസഹിഷ്ണുത, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ദൈവമക്കൾ തമ്മിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു, തീർന്നു. പിന്നെ ഇനിയും അവർ ചെയ്യുവോ ചെയ്യാതിരിക്കുവോ ആ സഹോദരനെ സംബന്ധിച്ചുള്ള കാര്യം. അതിനുവേണ്ടി ഞാൻ ഇനി എൻ്റെ തല പുണ്ണാക്കേണ്ട കാര്യമില്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാതെ ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ ഒന്നുമല്ല. ഞാൻ എന്നെപ്പോലെ ഒരാൾ ഇത് പറഞ്ഞു, അതെനിക്കിനിയും എൻ്റെ അഭിപ്രായം ഇരുമ്പലൊക്കെയാണ്, അതെനിക്ക് മടക്കി വെക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു അവസ്ഥയൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയൊന്നുമില്ല. നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞു അത് വെച്ചിട്ട് എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ ഉൾക്കൊള്ളുന്നതിൽ നിന്നോ ആ കാര്യങ്ങളൊന്നും എന്നെ തടയുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. അപ്പം സ്വയനീതി നമ്മൾ വളരെ സൂക്ഷിച്ച് ഒഴിവാക്കേണ്ട ഒരു വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അടുത്ത വാക്യങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ ചില കാര്യങ്ങൾ ചിന്തിച്ചല്ലോ. ഇപ്പം ഈ സാധാരണഗതി നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ പറയുന്ന കാര്യവും, അവരെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുക. പുനർജനന സ്നാനം എന്ന് പറഞ്ഞിട്ടുള്ളപ്പം അത് നമുക്കറിയാമല്ലോ, പുനർജനനം എന്നൊരു വാക്ക് ക്രിസ്തീയ നിഘണ്ടുവിലില്ല. നമ്മൾ പുനർജനനത്തിൽ വിശ്വസിക്കുന്നവരല്ല, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, വീണ്ടും ജനിച്ചവരാണ്. അത് ഉദ്ദേശിക്കുന്നത് ആത്മാവിൽ ഉണ്ടായിട്ടുള്ള വീണ്ടും ജനാനുഭവത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവിടെയും പറയുന്ന കാര്യം അത് തന്നെയാണ്. അല്ലാതെ അത് രണ്ടാമതൊരു ജനനമുണ്ട് എന്നല്ല ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം. അത് വീണ്ടും ജനിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് പറയും. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളോടുള്ള അനുബന്ധമായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ഇന്നിപ്പം ആരെങ്കിലും എന്നോട് ചോദിക്കുക, എങ്ങനെയാ ബ്രദറെ രക്ഷിക്കപ്പെടുന്നത്? ഞാൻ ഉറപ്പായിട്ട് പറയും, വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. യാതൊരു സംശയവുമില്ല. വിശ്വാസത്താൽ രക്ഷിക്കപ്പെടണം. അത് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അതിൽ വേറെ ഏതെങ്കിലും ഒരു ഉപാധി ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. അതേസമയം തന്നെ വിശ്വാസമെന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആത്മീയ ജീവിതത്തിലുണ്ടെന്നും ഈ ആത്മീയ ജീവിതത്തിലെ ഒരു കാര്യവും വിശ്വാസത്തിന് അടിസ്ഥാനമല്ലാത്തതല്ല എന്നുള്ളത് ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ. എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിന് അടിസ്ഥാനമുള്ള കാര്യമാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബൈബിള് ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമല്ല, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ നമുക്കറിയാം നമ്മുടെ ഇടയിലൊക്കെയുള്ള അപകടകരമായിട്ടുള്ള ഒരു ട്രെൻഡ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിൽ പോകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്തുവാ എന്ന് ചോദിക്കും. അത് മിനിമം ക്വാളിഫിക്കേഷനെ പറ്റി ഞാൻ സാധാരണ ഇപ്പം ഈ അടുത്ത കാലത്ത് പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത്, മിനിമം ക്വാളിഫിക്കേഷൻ ഏതാന്നുള്ളത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവനിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. അല്ലാതെ അത് വിശ്വസിച്ചാൽ മാത്രം മതിയോ? അപ്പോൾ സ്നാനപ്പെടണോ എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത്തരം ചോദ്യങ്ങളെയൊക്കെ അർത്ഥമില്ലാത്ത ചോദ്യങ്ങളായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. കാരണം എന്നാന്ന്, അങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് തന്നെ നമുക്കറിയാം. ഇന്ന് ക്രിസ്തീയ മതത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരൊക്കെ ചെറുപ്പത്തിലെ അവർ സ്നാനപ്പെടുകയും അല്ലെങ്കിൽ ശിശു സ്നാനം സ്വീകരിക്കുകയും തുടർന്ന് മുതിർന്നു വരുമ്പോൾ അത് അവർക്ക് സ്നാനപ്പെടാനും അവരുടെ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് വേർപെട്ട് അല്ലെങ്കിൽ നിൽക്കാനുമുള്ള
ഒരു ഒരു വൈഷമ്യം കൊണ്ടാണ് പലപ്പോഴും പലരും ചോദിച്ചു പോകുന്നത്, അത് സ്നാനപ്പെടണോ? അപ്പൊ ഞാൻ അതേ സമയത്ത് ചോദിക്കുക, അതൊരു ഹൈന്ദവനോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതുപോലെ രക്ഷിക്കപ്പെട്ട് വരുന്നെങ്കിൽ അവൻ വന്ന് ചോദിച്ചാൽ ഈ ആൾക്കാർ എന്നാ പറയും? അവൻ വന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് പറയും സ്നാനപ്പെടണം ബ്രദറെ എന്ന് പറയും. അപ്പം അവര് വന്ന് ചോദിച്ചാൽ സ്നാനപ്പെടണമെന്നാണ് പറയുന്നതെങ്കിൽ മതിലേക്കെടുത്ത ക്രിസ്ത്യാനിക്ക് മാത്രമല്ല വേറെ വല്ലോ നിയമം ദൈവം വചനത്തിൽ വെച്ചിട്ടുണ്ടോ? അപ്പൊ അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യാൻ പലപ്പോഴും നിൽക്കുന്നത്. അത് വേണമെന്നില്ല, അത് അപ്പൊ ക്രൂശിലെ കള്ളനെ നോക്ക്, പുള്ളി സ്നാനപ്പെട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു ഉത്തരവില്ല, നീ ക്രൂശിലാ കിടക്കുന്നതെങ്കിൽ സ്നാനപ്പെടണ്ട. ക്രൂശിലാണ് കിടക്കുന്നതെങ്കിൽ സ്നാനപ്പെടണ്ട. ക്രൂശിലല്ല കിടക്കുന്നതെങ്കിൽ ആ ദൈവവചനം വളരെ എല്ലാ മനുഷ്യരും ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ആപ്ലിക്കബിളാണ്, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള പല ലോജിക്കുകളാണ്. എന്നാ തിരിച്ചു ചോദിക്കുക, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഇന്നലെ നമ്മൾ വചനം ചിന്തിച്ച പോലെ, അവനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അവനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഒരാൾ ചോദിക്കുക, ഏറ്റു പറഞ്ഞില്ലെങ്കിൽ എന്നാ ക്രിസ്ത്യാനി ആവത്തില്ലേ? അതിനൊക്കെ ഇപ്പൊ എന്തോ ഉത്തരം പറയുന്നത്? പോസിറ്റീവായിട്ട് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഏറ്റു പറയുന്നില്ല, ഹൃദയത്തിൽ വിശ്വസിക്കുകയേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റു പറയണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലുള്ള ഏറ്റുപറച്ചിലാണ് നമ്മുടെ തുടർന്നുള്ള വിശുദ്ധീകരണത്തിലും നമ്മുടെ വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ഏറ്റുപറച്ചിൽ തന്നെയാണ് സ്നാനമെന്നുള്ളതും. അത് സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് ഞാൻ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ ഞാൻ ഒരിടത്ത് വെച്ച് കൈപൊക്കി കർത്താവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് സാധിക്കുമോ? അത് ആ ചോദ്യത്തിന് തന്നെ അർത്ഥമില്ലാത്ത ചോദ്യമാണ്. അതിന് ഉത്തരം പറയാനും പാടാ. കാരണം സ്നാനപ്പെടണം എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഏറ്റുപറച്ചിൽ കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്, എന്നാൽ ഏറ്റുപറച്ചിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാ എനിക്ക് ഇതിനുള്ള ബന്ധത്തിലും പറയാനായിട്ട് കഴിയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ അവൻ വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതവും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളരെ അതിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതുമായിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ഒരു ബാഹ്യ ഇതായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ വിശ്വാസത്തിന്റെ ഒരു അടയാളം എന്നുള്ള നിലയ്ക്കാണ്, വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സ്നാനപ്പെടുന്നതെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. സ്നാനപ്പെട്ടില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അർത്ഥമില്ല. സ്നാനപ്പെടണം എന്ന് തന്നെയാണ് വചനത്തിൽ പറഞ്ഞേക്കുന്നത്. അതിന് യാതൊരു ഒഴിവൊഴിവും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന ഒരു ഉദാഹരണമാണല്ലോ ചെങ്കടൽ കടന്നതിന് അതൊരു സ്നാനത്തിനൊരു മുൻകുറി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യവും. അത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റു എന്ന് പറയുന്ന കാര്യവും ഒക്കെ. ഇപ്പൊ ഒരാൾ ചോദിക്കുക, ഞാൻ ചെങ്കടൽ കിടക്കാതെ ആ ഈജിപ്തിന്റെ തീരത്ത് തന്നെ നിന്നാൽ എനിക്ക് എന്നാ പറ്റും എന്ന് ചോദിക്കുന്നതിനോട് എല്ലാ ഭാഗത്തിലും ഞാൻ തുല്യതപ്പെടുത്തുന്നില്ല ആ ആർഗ്യുമെന്റ്. എന്നാൽ തന്നെ ഒരു ലോജിക്കലായിട്ട് വെറുതെ ചോദിക്കുക, അവിടെ നിന്നതുകൊണ്ട് കാര്യം ചെങ്കടലിൽ കിടക്കത്തില്ല. അല്ലെങ്കിൽ ഈ പുതിയ മരുഭൂമിയിൽ സീൻ മരുഭൂമി അല്ലെങ്കിൽ ആ മരുഭൂമിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല, ആ വഴിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അത് തന്നെ അവിടെ സംഭവിക്കുന്നത്. കാരണം അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു വിശ്വാസം ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും അത്രമാത്രം തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നേടിത്തന്ന പല കാര്യങ്ങളും നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നവരായിട്ട് തീരും എന്നുള്ളതാണ് എനിക്ക് അതിനുള്ള ബന്ധത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് എന്നോട് ആരെങ്കിലും ചോദിക്കുക, ബ്രദറെ രക്ഷിക്കപ്പെടാനായിട്ട് സ്നാനപ്പെടണം എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയും, രക്ഷിക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് സ്നാനം ഒരിക്കലും ഒരു അടിസ്ഥാനമല്ല. അത് എന്നേ ഞാൻ പറയത്തുള്ളൂ. വിശ്വസിക്കുകയാണ് വേണ്ടത്. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നീ വിശ്വസിക്കണം. അവൻ നിനക്ക് പകരമായി നീ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ചു എന്ന് വിശ്വസിക്കുക തന്നെ വേണം. അപ്പൊ ഞാൻ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ? അതിന് ഞാൻ ഉത്തരം പറയത്തില്ല. സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉള്ളതിന് ഞാൻ ഉത്തരം പറയത്തില്ല. കാരണം പോസിറ്റീവായിട്ട് പറഞ്ഞേക്കുകയാണ്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സ്നാനപ്പെടണമെന്ന് പറഞ്ഞേക്കുക. അതാണ് ഞാൻ ഈ കാര്യത്തിൽ പറയുന്ന ഒരു ലോജിക്ക്.
എന്നാൽ പല പ്രിയപ്പെട്ടവർക്കും അത് മനസ്സിലാകുന്നില്ല, ഞാൻ എന്നാ പറയുന്നതെന്നുള്ളത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ അല്ലെങ്കിൽ സ്നാനമോ മറ്റേതെങ്കിലും ഒരു പ്രവൃത്തിയോ ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് നിദാനം എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. പറയുന്നതിൻ്റെ അർത്ഥം രക്ഷ എന്ന് പറയുന്നത് ആ ഏറ്റുപറച്ചിലിൽ മാത്രം ഒതുക്കേണ്ട കാര്യമല്ലെന്നും, രക്ഷ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ വരവിങ്ക ശരീരം രൂപാന്തരപ്പെടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും രക്ഷ എന്ന് പറയുന്ന കാര്യത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും, അത് വിശ്വാസമാണ് അതിൻ്റെ ആധാരമെന്നും, എന്ന് മാത്രമല്ല ആ കാര്യങ്ങളെല്ലാം ഈ രക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ കണ്ണടച്ച് ഏറ്റു പറഞ്ഞത് മാത്രമല്ല വിശ്വാസം, തുടർന്നുമുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസം എന്നുള്ള ആ ദൈവിക വ്യവസ്ഥയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ദൈവിക വ്യവസ്ഥയിൽ അതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് വിശ്വാസമാണ് ഇതിനെല്ലാം ആധാരം. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയത് കൊണ്ട് ഒരുത്തനത് ഇനിയിപ്പം ഏറ്റു പറയുന്നത് മൈക്ക് കെട്ടിവെച്ച് വെറുതെ ഏറ്റു പറഞ്ഞാലോ അല്ലെങ്കിൽ വലിയ പസഫിക് സമുദ്രത്തിൽ പോയി സ്നാനപ്പെട്ടാലോ ഒന്നും ആ പ്രവർത്തികൾ കൊണ്ടൊന്നും അല്ല രക്ഷിക്കപ്പെടുന്നത്. രക്ഷയ്ക്ക് അതൊന്നും ആധാരമല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവന് അവന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രതിഫലനം എന്നോണം, വിശ്വാസത്തിൽ തികഞ്ഞ ഒരു വിശ്വാസം തികഞ്ഞ ഒരു പ്രവൃത്തി ആയിട്ട് അത് വെളിപ്പെടും എന്നുള്ള നിലയിൽ അത് നമ്മളതിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഇതോട്ട് യാക്കോബിന്റെ ലേഖനം പഠിക്കാൻ പോകുക വൈകുന്നേരം. അപ്പൊ അത് നമുക്ക് കൂടുതൽ നമുക്കത് ചിന്തിക്കാൻ കഴിയും. അവിടെ പലർക്കും ഇടർച്ചയാ, ഈ യാക്കോബ് ഇങ്ങനെ എഴുതിയേക്കുന്നു, റോമാലേഖനത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു, ഈസ് ഇറ്റ് നോട്ട് കോൺട്രഡിക്റ്റിങ് എന്നുള്ളത് പലർക്കും അതല്ല, കോൺട്രഡിക്റ്റിങ് അല്ല. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്രേ ചോദിക്കുന്നുള്ളൂ. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു എന്ന് റോമാലേഖനത്തിൽ വായിക്കുമ്പം, അങ്ങനെ വിശ്വസിച്ചെങ്കിലും ആ യാഗപീഠത്തിന്മേൽ അവരെ അർപ്പിച്ച പ്രവൃത്തിയാലല്ലയോ അവന്റെ വിശ്വാസം പൂർണ്ണമായത് നീതീകരിക്കപ്പെട്ടത്. അതും ഒരു ലോജിക്ക് തന്നെയാ, അതും ഒരു കൃത്യമായ ലോജിക്ക്. എന്നാൽ അവിടെ ഉയർന്നു നിൽക്കുന്നത് യാഗപീഠത്തിന്മേൽ അർപ്പിച്ച ആ അർപ്പണമോ പ്രവൃത്തിയോ അല്ല, അവന്റെ ഹൃദയത്തിൽ വ്യാപരിച്ച വിശ്വാസമാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രവൃത്തികൾ രക്ഷയ്ക്ക് ഇതിനൊന്നും ആധാരമല്ല. ദൈവത്തിന്റെ വചനത്തിൽ അത് തന്നെയാ പറയുന്നത്. അതേസമയം തിരിഞ്ഞു ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനും പറ്റും. അപ്പൊ ഞങ്ങൾ ഒന്നും ചെയ്യണ്ടേ? അയ്യോ, ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഈ പറഞ്ഞേക്കുന്നത് മുഴുവൻ. അപ്പം നമ്മൾ ഒരിടത്ത് വെച്ച് ലിമിറ്റ് ചെയ്തേക്കുക, ഇത് ഇത്രയുമേ ഞാൻ ചെയ്യുള്ളൂ, ഇവിടെ കൊണ്ട് സ്വർഗത്തിൽ പോകുമോ? അയ്യോ, അത് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെന്നേ ഞാൻ പറയുള്ളൂ. എന്നെ അത് പറയാം, ഞാൻ ഇവിടെ കൊണ്ട് നിൽക്കുക, ഇതിന്റെ അപ്പുറത്തേക്ക്, ഈ മുറ്റത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ വേണ്ട. എന്നാൽ നീ സ്വർഗത്തിൽ പോകുകയോ ഇല്ലയോ എന്ന് പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ചെയ്യുകയും വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് എന്ന് പറഞ്ഞ പോലെ അന്ത്യം വരെയും അങ്ങനെ കൂട്ടിക്കൊള്ളാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം അവന്റെ പ്രത്യക്ഷത സംബന്ധിച്ചും പരിജ്ഞാനം സംബന്ധിച്ചും നമ്മൾ നിഷ്ഫലന്മാരായിരിക്കയില്ല. അധികമായിട്ട് നമ്മുടെ വെളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുകയും അവന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് ഒരു ചില കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നോക്കിയാട്ടെ പറഞ്ഞേക്കുന്നു മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞത്. അതെ, പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും നമുക്കറിയാമല്ലേ, ഈ ബാഹ്യമായിട്ടുള്ള പ്രവർത്തികളെക്കാളും എന്താണ് ആക്ച്വലി നടക്കുന്നത്, വീണ്ടും ജനത്തിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു നവീകരണം. ഒരു വ്യക്തി വിശുദ്ധിയിൽ വളരുമ്പം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നവീകരണം അവനിൽ ഉണ്ടാവുന്നത്. പരിശുദ്ധാത്മാവിനാൽ അവൻ വിശ്വസിക്കുക, അല്ലെ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന രൂപാന്തരമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അത് വിശ്വസിക്കുന്നവരിലാണ് ദൈവം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള കാര്യങ്ങൾ നയം ഒന്നുകൂടെ ബിജോ ബ്രദർ വ്യക്തമാക്കും. അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കും.